മനുഷ്യക്കടത്തും കൂട്ടബലാത്സംഗവും നടന്നുവന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണത്തിൽ പുറത്തുവരുന്നത്. സെലിബ്രിറ്റികളെ വരെ ഉപയോഗിച്ച് അലീന പരസ്യം ചെയ്തു. അറസ്റ്റിലായ സിന്ധുവാണ് യുവതികളെ ദുബായിൽ. ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇനി ആ സെബ്രേറ്റിനെ നിങ്ങൾക്ക് കാണണ്ടേ? ആരാണ് ആ സെബ്രേറ്റി? പരസ്യം ചെയ്ത് പെണ്ണുങ്ങളെ ദുബായിലോട്ട് കൊണ്ടുപോയ സെബ്രേറ്റി ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്നാൽ ആ സെബ്രേറ്റിനെ ഒന്ന് കണ്ടുവെക്ക്. സുന്ദരികൾക്കും സുന്ദരന്മാർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചുറ്റും തന്നെ പ്രൊഫഷണൽ മോഡൽ ആവാനായിട്ട് സ്വപ്നം കണ്ടു നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ കോൺഫിഡൻസും സ്റ്റൈലും ക്യാമറ പ്രസൻസും ഒക്കെ ഒരു പ്രൊഫഷണൽ വേയിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരും ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ വരുന്ന ജനുവരി 31 ഇവിടെ ഒരു ഫാഷൻ മോഡൽ കണ്ടില്ലേ? സെബ്രേറ്റി പേര് ശ്രുതി തമ്പി. ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ല. GCCയിലുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാം അമ്മായിനെ. അപ്പോഴേ ഇവളെ പോലുള്ളവരാണ് സെബ്രേറ്റി എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട പെണ്ണുങ്ങളെ ദുബായിൽ വിളിച്ചു വരുത്തിയിട്ട് കണ്ടവന്മാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തത്. മനസ്സിലായില്ലേ? ഒരുത്തിനെ പിടിച്ചിട്ടില്ലേ നാട്ടിൽ പോലീസ്? കുറേ പെണ്ണുങ്ങളെ ദുബായിൽ മനുഷ്യക്കടത്തിൻ്റെ പേരിൽ വിളിച്ചു വരുത്തിയിട്ട്, അതായത് മറ്റു പരിപാടിക്ക് എന്തിനാണെന്ന് മനസ്സിലായല്ലോ, ആ പരിപാടിക്ക് വിട്ടെന്നാണ് പറയണത്. എന്നിട്ട് അവരുടെയൊക്കെ നഗ്ന ഫോട്ടോ എടുത്തിട്ട് അവരുടെ വീടുകളിൽ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് വീണ്ടും നിർബന്ധിച്ച് അവരെ കൊണ്ട് മോശമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാരാണ് ഈ വീഡിയോ ചെയ്തിട്ട് ഇവരെ ദുബായിലോട്ട് വരുത്തിച്ചത്. മനസ്സിലാക്കേണ്ടത്, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇവരെ പോലുള്ളവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഈ ശ്രുതി എന്ന് പറയുന്നവർക്ക് ദുബായിൽ എന്താണ് ജോലി? ഇന്നേ വരെ ആർക്കും അറിയാത്ത കാര്യമാണ്. എന്താണ് ജോലി ഇവക്ക്? ഇവളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾ പറയുന്ന ഇവക്ക് റിയൽ എസ്റ്റേറ്റ് ആണെന്നാണ്. എന്ത് റിയൽ എസ്റ്റേറ്റ്? സ്വന്തമായിട്ടൊരു ജോലി പോലും ഇല്ലാത്തവർക്ക് വലിയ വലിയ കാറുകൾ, അത് ഇതൊക്കെ എങ്ങനെ വന്നു? എവിടെ നിന്ന് വന്നു? കോടികളുടെ വീടുകളാണ് നാട്ടിൽ പൊങ്ങിയത്. എവിടെ നിന്നാണ് വന്നത്? ഇതൊക്കെ തന്നെയാണ് പാവപ്പെട്ട സഹോദരിമാരുടെ ചോരയും വിയർപ്പും തന്നെയാണ്. ഇതൊക്കെ തെളിയിക്കണം. അതായത് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ എല്ലാവരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. സത്യമായിട്ടും മാക്സിമം ഷെയർ. ഇവിടെ മാത്രമൊന്നുമല്ല, ഇവിടെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന. മനസ്സിലായില്ലേ? രാത്രി കാലങ്ങളിൽ ടിക്ടോക്ക് എന്ന് പറയുന്ന ലൈവിലിരുന്ന് കുത്തിയിരുന്ന് ആൾക്കാരുടെ, പാവപ്പെട്ട പ്രവാസികളുടെ പൈസ പറ്റിച്ച് അവരുടെ വിയർപ്പ് തിന്നുന്ന കുറേ പെണ്ണുങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ. മനസ്സിലായില്ലേ? ഇതിനെയൊക്കെയാണ് സെബ്രേറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ജോലിയോ ഒന്നുമില്ലാതെ ദുബായിൽ വന്നിട്ട് ഇമാതിരി പരിപാടികൾ നടത്തി കോടികൾ വരുമാനമുണ്ടാക്കിയിട്ട് നാട്ടിൽ കോടികളുടെ വീട് വയ്ക്കുന്നുണ്ട്, കോടികളുടെ വണ്ടി എടുക്കുന്നുണ്ട്. എവിടെ നിന്നാണ്? ഇതിനൊക്കെ അന്വേഷണം വേണം. ഇവരെങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കിയത്? പാവപ്പെട്ട സഹോദരിമാരുടെ ശരീരം വിറ്റിട്ട് കിട്ടുന്ന പൈസയാണ്. മനസ്സിലായില്ലേ? ഒരു പെൺകുട്ടി അറസ്റ്റിലായി ഒരാൾ നാട്ടിൽ പോയിട്ട് പറഞ്ഞതിന് ശേഷമാണ് ഈ കഥ വെളിയിൽ വരുന്നത്. അപ്പോൾ ഇവരെയൊക്കെ പോലുള്ള സെലിബ്രിറ്റി എന്ന് പറയുന്ന സ്വയം പ്രമുഖരെ കൊണ്ട് വീഡിയോ ചെയ്ത് പാവപ്പെട്ട പെൺകുട്ടികളെ ദുബായിൽ എത്തിച്ച് ഇത്തരം സെക്സ് റാക്കറ്റിന് വിൽക്കുന്ന സംഘത്തിനെ പിടിക്കണം. മനസ്സിലായില്ലേ? അതിന് ഇവരെ പോലുള്ളവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പോലീസ് ഇവർക്കെതിരെ കേസെടുത്ത് ചോദ്യം ചെയ്യണം. ഇവർക്ക് ഒഴിവ് ന്യായങ്ങൾ പറയാനുണ്ടാവും, ഞാനത് പരസ്യം ചെയ്തതാണ് മറ്റാണെന്ന്. പക്ഷേ ഇത് തെളിയിക്കപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക.